ഡേഞ്ചർ. അവിടെ വലിയ കല്ലൊക്കെ വന്ന് റോഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇച്ചിരി ഡേഞ്ചർ ആട്ടോ. ഇവിടെ വലിയ കല്ലൊക്കെയാണ് റോഡ്. ഇവിടെ ഇതാണ് വെള്ളം ഒഴുകിപ്പോയ സ്ഥലം. ഈ റോഡിൻ്റെ ഒരു സൈഡ് നല്ലപോലെ ഇടിഞ്ഞാന്ന് വന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ട് പോയതാണ്. ഇതിൻ്റെ തൊട്ട് താഴെ ഇവിടാണ് ഇത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പം റോഡ് ചെറുതായിട്ടുണ്ട്, നല്ലപോലെ ഇടിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ സൈഡിൽ. Welcome to Travel and Explore with Sri. കുട്ടിക്കാനം വരെ ഒന്ന് പോവാണ്. ഇപ്പം ഇന്നലെ അവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നടന്ന് അവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണണം. ഒരു ടൂറിസ്റ്റ് ഒരു സ്പോട്ടിലോട്ടൊന്നും അല്ല നമ്മൾ പോകുന്നത്. ജസ്റ്റ് നമ്മൾ അവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നുള്ളതേ ഉള്ളൂ. കാരണം ഇടുക്കിയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ അടച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള യാത്രയൊക്കെ ഇപ്പം അനുവദനീയമല്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഈ റോഡിലെ അവസ്ഥകളൊക്കെ ഒന്ന് കാണാനായിട്ട് പോവാണ്. നമ്മൾ സ്ഥിരം പോകുന്ന ഒരു റൂട്ടായിരുന്നു. നല്ല മഞ്ഞുണ്ട് കേട്ടോ. നമ്മുടെ പെരുവന്താനം ഇങ്ങോട്ട് കയറുമ്പോഴത്തേനും അത്യാവശ്യം നല്ല മഞ്ഞ് കാണാം. മഴ ഇപ്പം തൽക്കാലം മഴയൊന്ന് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല മഞ്ഞ് കയറിയിട്ടുണ്ട്. നല്ല മൂടലുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും നല്ല ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവും. ഒരു 10 മിനിറ്റ് മുമ്പ് മഴയായിരുന്നു. മഴ ഇപ്പം മാറിയതേ ഉള്ളൂ ഇങ്ങോട്ട്. ഇവിടെ റോഡിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് മണ്ണൊക്കെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടാണ് ഫസ്റ്റ് നമ്മളെ ഇടിഞ്ഞിരിക്കുന്ന സ്പോട്ട്. ഉണ്ടോ? താഴോട്ട് നോക്കിയാൽ കാണാം. നല്ലതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. റോഡ് നല്ലപോലെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതുണ്ട്. ഞാൻ ഇന്നലെ വന്നപ്പം ഈ കടയുടെ ഈ സ്പോട്ടിൽ നിന്നാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അതായത് ആ മലയുടെയൊക്കെ ആ ഫോട്ടോ ഞാൻ ഇവിടെ നിന്നാണ് എടുത്ത്. ഇവിടെ ഇങ്ങനെ ആ മലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. ഇവിടെ നിന്ന് മിനിഞ്ഞാന്ന് വന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ട് പോയതാണ്. ഇതിൻ്റെ തൊട്ട് താഴെ ഇവിടാണ് ഇത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇതുണ്ടോ? അതായത് ഈ റോഡിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം റോഡ് കുറച്ചും കൂടെ ചെറുതായി. അതാണ് യാത്രകളൊക്കെ ഇങ്ങോട്ട് ഇവർ കയറ്റി വിടാതിരുന്നത്. ഇവിടെയാണ് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്ന ഫസ്റ്റ് സ്പോട്ട്. ഇതിൻ്റെ മുകളിൽ ഇവിടെ നിന്നാണ് മണ്ണിടിഞ്ഞ് വന്നത്. ഇവിടെ നിന്നാണ് പൊട്ടി വന്നത്. ഇവിടെ പണി നടക്കുകയാണ്. ഇത് കണ്ടോ? ഈ മുകളിൽ നിന്നാണ് ഇടിഞ്ഞ് വന്നിരിക്കുന്നത്. അവിടെ ഒരു വീട് എന്തൊക്കെ ഉണ്ട് അവിടെ കേട്ടോ മുകളിൽ. പക്ഷേ ഈ പാറയെല്ലാം വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഇതുണ്ട്. ഇവിടെ ഇതാണ് വെള്ളം ഒഴുകിപ്പോയ സ്ഥലം. ഈ റോഡിൻ്റെ ഒരു സൈഡ് നല്ലപോലെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പണിത് നമ്മൾ എടുക്കണം. ഇതാണ് നമ്മുടെ അടുത്ത
ഇത് ഇടിഞ്ഞിരിക്കുന്ന സ്പോട്ട് കേട്ടോ. അടുത്ത രണ്ടാമത്തെ മണ്ണിടിച്ചിൽ. ഇവിടെ കുറച്ച് ഡേഞ്ചർ. അവിടെ വലിയ കല്ലൊക്കെ വന്ന് റോഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇച്ചിരി ഡേഞ്ചർ ആട്ടോ. ഇവിടെ വലിയ കല്ലൊക്കെയാണ് റോഡിൻ്റെ സൈഡിൽ ഇരിക്കണത്. റോഡ് ചെറുതായിട്ട് ഇടിച്ചിട്ടുള്ളൂ. റോഡിന് വിഷയമൊന്നുമില്ല, ഒരു മൂല മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ താഴോട്ട് നല്ല നാശനഷ്ടങ്ങളുണ്ടെന്നാണ് അറിയുന്നത്, ഈ വെള്ളം ഒഴുകിപ്പോയ വഴിയൊക്കെ. നല്ലൊരു റോഡായിരുന്നു. KK റോഡ് നശിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്താണ് ഇപ്പം പ്രധാനമായിട്ടും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മണ്ണിടിഞ്ഞേക്കുന്ന ഒരു സ്പോട്ട്. നിങ്ങളിതിൽ വണ്ടിയും കൊണ്ട് വരുമ്പം കയറി വരുന്ന വണ്ടിയൊക്കെ സൈഡ് കൊടുക്കുക. കാരണം ഇപ്പം റോഡ് ചെറുതായിട്ടുണ്ട്, നല്ലപോലെ ഇടിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ സൈഡിൽ കല്ലും ഒക്കെ ഉണ്ട്. മൊത്തം വലിയ പാറക്കല്ലുകളൊക്കെയാണ് ഇവിടെ സൈഡിൽ ഫുള്ളുള്ള. റോഡിൻ്റെ ഒരു സൈഡ്, റോഡിന് വേറെ വിഷയങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു സൈഡ് പോയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ കയറി വരുന്ന വണ്ടികൾക്ക് ഒരു പരിഗണന കൊടുക്കുക.